ഹായ് ഓൾ, ഗാലക്റ്റിക് ക്യൂസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അഖില കേരള വായനോത്സവം ലൈബ്രറി കൗൺസിൽ ക്വിസ് താലൂക്ക് തല മത്സരത്തിലേക്ക് ആവശ്യമായ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഹൈസ്കൂൾ വിഭാഗത്തിന് ആവശ്യമായ വൈശാഖൻ തമ്പി രചിച്ച കാലാവസ്ഥ ഭൗതികവും ഭൂമികവും എന്ന ബുക്കിൽ നിന്നുമുള്ള ചോദ്യങ്ങളാണ് ഇത്തവണ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതെല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാലാവസ്ഥ ഭൗതികവും ഭൂമികവും എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? ഉത്തരം ഡോക്ടർ വൈശാഖൻ തമ്പി DS. ഡോക്ടർ വൈശാഖൻ തമ്പി DS ആണ് കാലാവസ്ഥ ഭൗതികവും ഭൂമികവും എന്ന കൃതിയുടെ രചയിതാവ്. കാലാവസ്ഥ മാറ്റം നൽകുന്ന സമ്മർദ്ദങ്ങൾ കാരണം സ്വന്തം വീടും നാടും ഉപേക്ഷിച്ചു പോകാൻ നിർബന്ധിതരാകുന്ന മനുഷ്യരെ പറയുന്ന പേര് എന്താണ്? ഉത്തരം കാലാവസ്ഥ അഭയാർത്ഥികൾ. കാലാവസ്ഥ അഭയാർത്ഥികൾ എന്നാണ് കാലാവസ്ഥ മാറ്റം നൽകുന്ന സമ്മർദ്ദങ്ങൾ കാരണം സ്വന്തം വീടും നാടും ഉപേക്ഷിച്ചു പോകാൻ നിർബന്ധിതരാകുന്ന മനുഷ്യരെ പറയുന്ന പേര്. അടുത്ത ചോദ്യം, പുരാതന കാലാവസ്ഥയെക്കുറിച്ചുള്ള പഠനത്തെ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം പ്രാചീന കാലാവസ്ഥാ ശാസ്ത്രം. പ്രാചീന കാലാവസ്ഥാ ശാസ്ത്രം എന്നാണ് പുരാതന കാലാവസ്ഥയെക്കുറിച്ചുള്ള പഠനത്തെ അറിയപ്പെടുന്നത്. ഓരോരോ കാലത്തെയും കാലാവസ്ഥ അവശേഷിപ്പിച്ച ചില അടയാളങ്ങൾ ചില വസ്തുക്കളിൽ വളരെ നീണ്ട കാലത്തേക്ക് നിലനിർത്തപ്പെടാറുണ്ട്. അവയെ എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം കാലാവസ്ഥാ പ്രോക്സികൾ. കാലാവസ്ഥാ പ്രോക്സികൾ എന്നാണ് ഓരോരോ കാലത്തെയും കാലാവസ്ഥ അവശേഷിപ്പിച്ച ചില അടയാളങ്ങൾ ചില വസ്തുക്കളിൽ വളരെ നീണ്ട കാലത്തേക്ക് നിലനിർത്തപ്പെടാറുണ്ട് അവയെ അറിയപ്പെടുന്നത്. ഉരുകിയ ഗോളമായി തുടങ്ങിയ ഭൂമി താപോർജ്ജം പുറത്തേക്ക് വിട്ടുകൊണ്ട് പതിയെ തണുക്കാൻ തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ ഉപരിതലം ഉറയ്ക്കാൻ തുടങ്ങിയത്. ഉറച്ച ഭാഗത്തെ എന്തു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഭൂവൽക്കം. ഉരുകിയ ഗോളമായി തുടങ്ങിയ ഭൂമി താപോർജ്ജം പുറത്തേക്ക് വിട്ടുകൊണ്ട് പതിയെ തണുക്കാൻ തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ ഉപരിതലം ഉറയ്ക്കാൻ തുടങ്ങിയത്. ആ ഉറച്ച ഭാഗമാണ് ഭൂവൽക്കം. അടുത്ത ചോദ്യം, അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന ജലബാഷ്പത്തിൻ്റെ അളവാണ് ആർദ്രത. ആർദ്രത എന്നാൽ അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന ജലബാഷ്പത്തിൻ്റെ അളവാണ്. ഒരു സ്ഥലത്തെ വായുവിന് ഉൾക്കൊള്ളുവാനാകുന്ന ജലബാഷ്പത്തിൻ്റെ പരമാവധി അളവ് പരിഗണിച്ചാൽ അതിൻ്റെ എത്ര ശതമാനം ജലബാഷ്പം നിലവിലുണ്ട് എന്നതാണ് ആപേക്ഷിക ആർദ്രത. ആപേക്ഷിക ആർദ്രത എന്നാൽ ഒരു സ്ഥലത്തെ വായുവിന് ഉൾക്കൊള്ളാനാകുന്ന ജലബാഷ്പത്തിൻ്റെ പരമാവധി അളവ് പരിഗണിച്ചാൽ അതിൻ്റെ എത്ര ശതമാനം ജലബാഷ്പം നിലവിലുണ്ട് എന്നതാണ്. ഭൂമിയിൽ ഇഴഞ്ഞു വരുന്ന ദുരന്തം എന്നറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം വരൾച്ച. വരൾച്ചയാണ് ഭൂമിയിൽ ഇഴഞ്ഞു വരുന്ന ദുരന്തം എന്ന് അറിയപ്പെടുന്നത്. വെള്ളപ്പൊക്കങ്ങളെ പറ്റി പഠിക്കുന്നത് ആരാണ്? ഉത്തരം ജലവിഭവ ശാസ്ത്രജ്ഞന്മാർ. ജലവിഭവ ശാസ്ത്രജ്ഞന്മാരാണ് വെള്ളപ്പൊക്കങ്ങളെക്കുറിച്ച് പഠിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു പ്രത്യേക കാലയളവിൽ ഒരു പ്രദേശത്ത് ആ സമയത്ത് പ്രതീക്ഷിക്കപ്പെടുന്നതിനേക്കാൾ താപനില ഉയരുന്നതിനെ വിളിക്കുന്ന പേര് എന്താണ്? ഉഷ്ണതരംഗം. ഉഷ്ണതരംഗം എന്നത് ഒരു പ്രത്യേക കാലയളവിൽ ഒരു പ്രദേശത്ത് ആ സമയത്ത് പ്രതീക്ഷിക്കപ്പെടുന്നതിനേക്കാൾ താപനില ഉയരുന്നതിനെ വിളിക്കുന്ന പേരാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.